കഴിഞ്ഞപ്പോഴായിരുന്നു കറുത്തൊരു ആഡംബരക്കാർ അവിടേക്ക് വന്നെത്തിയത്. നഗരത്തിലെ തന്നെ ഏറ്റവും വലിയ ബിസിനസ്മാൻ നിതിൻ വർമ്മയായിരുന്നു അതിൽ നിന്നും പുറത്തിറങ്ങിയതും അർജുൻ അവിടെ നിൽക്കുന്നത് അയാൾ ശ്രദ്ധിച്ചു. അർജുനെ കണ്ടതും അയാൾ ആകെ ഒന്ന് ഞെട്ടി. അർജുന്റെ അടുത്തേക്ക് നടന്നു. നിതിൻ വർമ്മയെ അറിയാത്തവരായി ആരും ഉണ്ടായിരുന്നില്ല ആ നാട്ടിൽ. പ്രയാഗിക്കും അയാളെ കണ്ട മാത്രയിൽ തന്നെ മനസ്സിലായി. പക്ഷെ അയാൾ അർജുനോട് സംസാരിക്കുന്നത് കണ്ട് പ്രയാഗയും ഋഷിയും ഒന്ന് ഞെട്ടി. നിതിൻ വർമ്മയെ പോലുള്ള ഇത്രയും വലിയൊരാൾക്ക് ഈ പിച്ചക്കാരനെ എങ്ങനെ പരിചയം? ഞാനും അത് തന്നെ ആലോചിച്ചുകൊണ്ടിരുന്നത്. നിതിൻ വർമ്മ 5000 കോടിയുടെ ആസ്തിയുള്ള ധനികനാണ്. അയാൾക്ക് ഇവനുമായി എന്താ ഇടപാട്? എനിക്ക് ഉറപ്പാ ഇവൻ അയാളുടെ ഡ്രൈവർ ആയിരിക്കും. ഹലോ, നിങ്ങൾ പെട്ടെന്ന് ഇങ്ങോട്ട് വരും, ഇമ്മീഡിയറ്റ്ലി. നിതിൻ വർമ്മയോട് ഇരുന്ന് അവൻ എയർപോർട്ടിനകത്തേക്ക് പോയിട്ടുണ്ട്. പക്ഷെ അകത്ത് പോയി അവൻ എന്താ ചെയ്യാന്ന് മനസ്സിലാവാതെ. ഹായ്, മിസ്റ്റർ നിതിൻ വർമ്മയല്ലേ? സർ, എൻ്റെ പേര് പ്രയാഗ. ഞാൻ നാരം ഗ്രൂപ്പിൻ്റെ CEO ആ. സാർ ചോദിക്കുന്നത് കൊണ്ട് ഒന്നും തോന്നരുത്. സാർ ഇപ്പോൾ ഇവിടെ നിന്ന് സംസാരിച്ച ആളില്ലേ, ഇപ്പോൾ അകത്തേക്ക് കയറിപ്പോയ അയാളെ സാറിന് എങ്ങനെ പരിചയം? അയാളെ കണ്ടാൽ തന്നെ ഒരു പിച്ചക്കാരനാണെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ഒരു പിച്ചക്കാരനെ സാർ എങ്ങനെ പരിചയം? യു മീൻ മിസ്റ്റർ അർജുൻ? നിങ്ങളെന്താ ആളെ കളിയാക്കുകയാണോ? അർജുനെയാണോ നിങ്ങൾ പിച്ചക്കാരെന്ന് വിളിച്ചത്? ഇവിടെ നടക്കുന്നൊന്നും നിങ്ങൾ അറിയുന്നില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടാണല്ലോ ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ വിളിച്ചു പറയുന്നത്. ഏതായാലും ഞാൻ പോകുന്നു. നിതിൻ വർമ്മ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് ആലോചിച്ച് ഞെട്ടലോടെ പ്രയാഗ കുറച്ചു നിമിഷം നിന്നു. അതേസമയം അർജുൻ ധൃതിയിൽ എയർപോർട്ടിന്റെ അകത്ത് കടന്നതും അർജുനെ കാത്ത് അർജുന്റെ മാനേജർ ഫ്ലൈറ്റ് ടിക്കറ്റുമായി നിൽക്കുന്നുണ്ടായിരുന്നു. ഇതാ സാറിന്റെ ടിക്കറ്റ്, ഇതാ സാറിന്റെ ഫോൺ. പെട്ടെന്ന് തന്നെ സാർ ഇതുകൊണ്ട് ഗേറ്റ് നമ്പർ 3 മുന്നിലേക്ക് പോകും. സാറിന് മുന്നിൽ അധികം സമയമില്ല, പെട്ടെന്ന് തന്നെ പോകും. താങ്ക് യു. അർജുൻ ഒട്ടും സമയം കളയാതെ തന്നെ 3-ാം നമ്പർ ഗേറ്റിന്റെ മുന്നിലെത്തി. എന്നാൽ അവൻ 3-ാം നമ്പർ ഗേറ്റ് കടന്നതും അവനെതിരെ വന്നൊരാൾ പെട്ടെന്ന് അവനുമായി കൂട്ടിയിടിക്കുകയും അയാൾ താഴെ വീഴുകയും ചെയ്തു. നിങ്ങൾ ഓക്കെ അല്ലേ? നിനക്കെന്താ കണ്ണു കണ്ടൂടെ? ഇത് എയർപോർട്ടാണ്, അല്ല നിന്റെ കോളനിയിലെ പാർക്കല്ല. അല്ല, ഈ പിച്ചക്കാരൻ ആരാണ് ഇതിനകത്തേക്ക് കടത്തിവിട്ടത്? സാർ, പെട്ടെന്ന് ഓടി വന്നതുകൊണ്ട് ഞാൻ കണ്ടില്ല. സാർ, എൻ്റെ ഫ്ലൈറ്റിന് സമയമായി, എനിക്ക് പോകണം, പ്ലീസ്. ഏയ്, അവിടെ നിൽക്ക്. എന്നെ എടുത്തിട്ട് നീ ഫ്ലൈറ്റിൽ കയറാൻ പോകുന്നു. 2 മിനിറ്റിനുള്ളിൽ ഞാൻ നിന്നെ ഈ എയർപോർട്ടിൽ നിന്ന് തന്നെ പുറത്താക്കും. നിനക്കറിയില്ല നീ ആരോടാ കളിക്കുന്നതെന്ന്. മനസ്സിലായോടാ? ഏയ്, നീ ആരോടാ കളിച്ചോന്നറിയോടാ? നിനക്കറിയില്ല ഇത് ആരാണെന്ന്? ഇത് പ്രൈം എയർലൈൻസിന്റെ മുതലാളിയാ. സാർ, എനിക്കും പ്രൈം എയർലൈൻസിൻ്റെ ഫ്ലൈറ്റിലാണ് പോകേണ്ടത്. പ്ലീസ്, ഞാൻ സാറിനോട് ക്ഷമ ചോദിക്കുന്നു. എനിക്ക് തീരെ സമയമില്ല, എമർജൻസി ആയിട്ട് പോയേ പറ്റും, പ്ലീസ്. എമർജൻസി? സാർ, എനിക്ക് ടിക്കറ്റ്. ഏയ്, എനിക്കൊന്ന് കാണും. നിന്നെ പോലുള്ള പിച്ചക്കാരൻ എന്റെ പ്രൈം എയർലൈൻസിൽ എങ്ങനെയാണ് കയറി പോകുന്നത്? മനസ്സിലായോ? സാർ, പ്ലീസ്, എൻ്റെ ടിക്കറ്റ്. ഇവന്റെ ടിക്കറ്റ് പിടിക്കേ. പ്ലീസ്, എൻ്റെ ടിക്കറ്റ്. സാർ, അവനെ പിടിച്ചു കേട്ട് ലോക്ക് ചെയ്യവനെ. അനങ്ങാതെ അവിടെ നിൽക്ക്. മനസ്സിലായോടാ? ഏയ്, അവന്റെ ടിക്കറ്റ് കീർക്കണം. നിനക്കൊക്കെ ഇത് ഇവിടെ ഇരുന്ന് കണ്ടു നിൽക്കാനേ പറ്റൂ. വാ, നമുക്ക് പോവാം. തന്റെ ടിക്കറ്റ് കീറിക്കളഞ്ഞു എന്ന് തിരിച്ചറിഞ്ഞതും അർജുന്റെ ഭാവം മാറി. അർജുൻ തന്റെ മുഖമുയർത്തി. അതുവരെയില്ലാത്ത ഒരാത്മബലത്തോടെ രാകേഷ് വർമ്മയുടെ ബോഡി ഗാർഡുകളെ അർജുൻ കുടഞ്ഞെറിഞ്ഞു. നീ ഇപ്പം എന്താ ചെയ്തതെന്ന് നിനക്കറിയോ? ഒരു എയർലൈൻസിന് മുതലാളിയാണെന്നത് മറ്റൊരാളുടെ മെക്കിട്ട് കയറാനുള്ള ലൈസൻസ് ആണെന്ന് നീ കരുതിയോ? 10 മിനിറ്റ്, അടുത്ത 10 മിനിറ്റിനുള്ളിൽ നീ ഈ ചെയ്തതിനെ നീ അനുഭവിക്കാൻ പോവാ. മനസ്സിലായോ നിനക്ക്? അടുത്ത 10 മിനിറ്റിനുള്ളിൽ ഞാൻ അനുഭവിക്കുമെന്ന് ഭയങ്കര ആത്മവിശ്വാസമാണല്ലോ നിനക്ക്. ഓക്കെ, ഞാൻ ഇവിടെ തന്നെ നിൽക്കാം. നീ എന്താണ് 10 മിനിറ്റിനുള്ളിൽ ചെയ്യാൻ പോകുന്നത് നോക്കട്ടെ. ഓടാ. നിന്നെ പോലെ എത്ര എണ്ണത്തിനെ കണ്ടതാണ് ഞാൻ. ഹലോ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. മാസ്റ്റർ അർജുനാണ് സംസാരിക്കുന്നത്.
ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.